പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്ഥിരം സമിതി അധ്യക്ഷന്മാരും പുതിയ ഹോസ്പിറ്റൽ മാനേജ് കമ്മിറ്റി അംഗങ്ങളുമാണ് കീഴ്പള്ളി CHC സന്ദർശിച്ചത്. ആശുപത്രിക്കായി നബാർഡ് പദ്ധതിയിൽ പുതുതായി നിർമ്മിച്ച ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്താനുള്ള നടപടി സ്വീകരിക്കുമെന്നും ഡയാലിസിസ് യൂണിറ്റിന് സർക്കാരിൽ നിന്നും അംഗീകാരം നേടിയെടുത്ത് പ്രവർത്തനക്ഷമമാക്കാൻ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഇടപെടൽ നടത്തുമെന്നും സന്ദർശനത്തിന് ശേഷം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരളയും വൈസ് പ്രസിഡന്റ് M സുമേഷും പറഞ്ഞു. ഡയാലിസിസ് യൂണിറ്റ് ഈ ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമാണ്. കാരണം ഈ മേഖലയിൽ പ്രത്യേകിച്ച് ഈ ആറളം അയ്യങ്കുന്ന് പോലുള്ള മേഖലയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളൊക്കെ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. അതുമാത്രമല്ല ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം ഡയാലിസിസിൻ്റെ ആവശ്യത്തിന് ധാരാളം രോഗികൾ ഇവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമുള്ളൊരു കാര്യമാണ് ഡയാലിസിസ് യൂണിറ്റ്. അപ്പോൾ ഗവൺമെൻറ്റിൽ ഒന്ന് നേരത്തെ തന്നെ അപേക്ഷയൊക്കെ പോയതാണ്. ഒന്ന് സമ്മർദ്ദം ചെലുത്തി ആ ഡയാലിസിസ് യൂണിറ്റ് പ്രാവർത്തികമാക്കാനുള്ള ഒരു ശ്രമം ഈ ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും. അടിയന്തരമായി ഹോസ്പിറ്റലിൻ്റെ ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടതുണ്ട്. കാരണം രോഗികൾ ധാരാളം വരുന്നൊരു ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിൽ പരിമിതമായിട്ടുള്ള ഒരു സൗകര്യം വെച്ചാണ് നമ്മളിപ്പം ചെയ്യുന്നത്. രോഗികളുടെ എണ്ണം വർദ്ധിച്ചു വരുന്നു എന്നുള്ളതും ഈ ഹോസ്പിറ്റലിനെ അവരെല്ലാം സമീപിക്കുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പുതിയ ബ്ലോക്കിൻ്റെ ഉദ്ഘാടനം അടിയന്തരമായി നടത്തണമെന്നതാണ് ഭരണസമിതി ആലോചിക്കുന്നത്. പുതിയ ബ്ലോക്കിൽ എല്ലാ സൗകര്യങ്ങളും ഏർപ്പെടുത്താൻ ബ്ലോക്ക് പഞ്ചായത്ത് പദ്ധതികൾ ശ്രമം നടത്തുമെന്നും ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്പെടും വിധം കീഴ്പള്ളി CHCയുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കുമെന്നും കൂട്ടിച്ചേർത്തു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PD മനീഷ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ C ഷൈമ, ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് BDO K രമേശൻ, ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ RT നിബിൽ, CHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ സദാനന്ദൻ, ഹോസ്പിറ്റൽ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ AD ബിജു, KB ഉത്തമൻ, VT തോമസ്, A ചന്ദ്രൻ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും അതോടൊപ്പം തന്നെ ഡോക്ടറും എല്ലാം HNC യോഗം ചേരുകയും അതിനുശേഷം പുതിയ കെട്ടിട ഉദ്ഘാടനത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വളരെ അടിയന്തര പ്രാധാന്യത്തോടു കൂടി അതിൻ്റെ പാർട്ടീഷൻ വർക്കുകളും അതോടൊപ്പം തന്നെ മുറ്റം ഇന്റർലോക്ക് ചെയ്യുന്ന പ്രവർത്തനമാണ് അടിയന്തരമായി ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് AE വിളിച്ചു വരുത്തി AE സംസാരിക്കുകയും തുടർ നടപടികൾ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചെയ്യണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ പെട്ടെന്ന് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ആർളം ഫാം പോലുൾപ്പെടെയുള്ള ST വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് പ്രയോജനകരമാകുന്ന ഈ ഒരു കെട്ടിട സമുച്ചയം വളരെ പെട്ടെന്ന് തുറന്നു കൊടുക്കാൻ ആവശ്യമായ തീരുമാനമാണ് ഭരണസമിതി എടുത്തിട്ടുള്ളത്. അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇന്നത്തെ വിസിറ്റിംഗ് നടത്തുകയും തുടർ പ്രവർത്തനം വളരെ പെട്ടെന്ന് നടത്തി ഉദ്ഘാടനം ചെയ്യണം എന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഡയാലിസിസ് സെൻ്ററിൻ്റെ ഒരു വിഷയം നേരത്തെ മുതലേ ഉള്ളതാണ്. താലൂക്ക് നിലയിലുള്ള ആശുപത്രിക്കാണ് ഇപ്പോൾ ഡയാലിസിസ് സെൻ്റർ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. ആർല ഫാമിൻ്റെ പ്രത്യേക പരിഗണന എന്നതിൽ ആദിവാസി സമൂഹത്തിന് ഗുണകരമാകുന്നതിനില്ല എന്നതിൽ പ്രാധാന്യത്തോടുകൂടി ഗവൺമെൻറ്റിനെ സമീപിച്ച് തുടർ നടപടി സ്വീകരിച്ച് അതും ഡയാലിസിസ് സെൻ്റർ എത്രയും പെട്ടെന്ന് തുറക്കാൻ ആവശ്യമായ നടപടികളാണ് ആലോചിക്കുന്നത്.